إن الحمد لله مسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 234-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ യുദ്ധകാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. വല്ലദീന യുതവഫൗന മിൻകും, നിങ്ങളിൽ നിന്നും ആരെങ്കിലും മരണപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ യുതവഫൗന എന്നതിന്റെ പദത്തിന്റെ അർത്ഥം പൂർത്തീകരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ ഐഹിക ലോക ജീവിതം പൂർണ്ണമായതിനു ശേഷം ആ വിട്ട പറയുന്നതിനെ കുറിച്ചാണ് ആ പറയുന്നത്. മരണം എന്ന് സാമാന്യമായതിനർത്ഥം കൽപ്പിക്കാം. വയദറൂന അസ്വാജൻ, വയദറൂന വിട്ടേച്ചു പോകുന്നു, അസ്വാജൻ ഇണയെ എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ വിട്ടേച്ചു പോകുന്നവർ. യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന, യതറബ്ബസ്ന ആ സ്ത്രീ കാത്തിരിക്കണം, ബിഅൻഫുസിഹിന്ന അവളുടെ ദേഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സ്വദേഹത്തിന് വേണ്ടി അവൾ കാത്തിരിക്കണം. എത്രയാണത്? 4 അശ്ഹുരിൻ 4 മാസം, 10 ദിവസവും 4 മാസവും 10 ദിവസവുമാണ് അവരുടെ ഇദാ കാലാവധി. ഇത് പ്രഖ്യാപിക്കാൻ കാരണം ജാഹിലിയ കാലത്തും 1 വർഷം വരെ ദുഃഖാചരണം നിലവിലുണ്ടായിരുന്നു. ആ ദുരാചാരം അല്ലാഹു തആല തുടച്ചു നീക്കുകയാണ്. അത് മാത്രമല്ല, ഭർത്താവ് മരിച്ച വിധവകളായ സ്ത്രീകൾ വളരെ മോശപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ വിട്ട് തനിച്ചു താമസിക്കണമെന്നുള്ളൊരു കഠോരം അവർ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഇസ്ലാം തുടച്ചു നീക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുകയാണ്. ഫൈദാ ബലഗന ജലവുന്ന, ഫൈദാ ബലഗന പൂർത്തിയായി കഴിഞ്ഞാൽ അജലവുന്ന അവരുടെ ആ കാലാവധി പൂർത്തിയായാൽ ഫലാ ജുനാഹ അലൈക്കും നിങ്ങളുടെ മേൽ തെറ്റില്ല. ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന, ഫീമാ ഫഅൽന പ്രവർത്തിക്കുന്നതിന്, ഫീ അൻഫുസിഹിന്ന അവരുടെ സ്വന്തം ദേഹത്തിൽ, ബിൽ മഅറൂഫി സദാചാര മര്യാദ പ്രകാരം. ആ ഇദ്ദാ കാലാവധി പൂർത്തിയായാൽ പിന്നെ സദാചാര മര്യാദ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പുനർവിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള വിലക്കും ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വല്ലാഹു നിശ്ചയം അല്ലാഹു തആല ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഖബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അള്ളാഹുവിന്റെ ഇത്തരം നിയമനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഒരു മുസ്ലിമിന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നിന്ന് അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയവാനാണ്. അൽഹംദുലില്ലാഹി.